ഹോർമുസ് കടലിടുക്കിൽ വീണ്ടും യുദ്ധഭീഷണി. ഒമാൻ തീരത്തിനടുത്ത് മൈനുകൾ സ്ഥാപിച്ചതായി തന്നെ ഒരു മുന്നറിയിപ്പ്, അല്ലെങ്കിൽ അത് കണ്ടെത്തിയതായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് പുറത്തുവരികയാണ്. ആഗോള കപ്പൽ ഗതാഗതം വലിയ രീതിയിൽ ജാഗ്രതയിലാവുകയാണ്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും നിർണായകമായ സമുദ്രപാതയായ ഹോർമുസ് വീണ്ടും ആഗോള ആശങ്കാ കേന്ദ്രമായി മാറുകയാണോ എന്ന ചോദ്യം ഉയരുന്നു. ഒമാൻ തീരത്തിനോട് ചേർന്ന് കടൽ മേഖലയിൽ മൈനുകളുടെ സാന്നിധ്യം സംശയിക്കുന്ന സാഹചര്യത്തിൽ കപ്പലുകൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും അടിയന്തര ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ലോകത്തെ എണ്ണ കയറ്റുമതിയുടെ വലിയൊരു പങ്ക് കടന്നു പോകുന്ന ഹോർമുസ് കടലിടുക്കിൽ നിലവിൽ സുരക്ഷാ ഭീഷണി അതീവ ജാഗ്രതയോടുകൂടി തന്നെ ഉയരുന്ന ഒരു പശ്ചാത്തലമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതേപോലെ അമേരിക്ക ഇറാൻ സംഘർഷം രൂക്ഷമാകുന്നതിനിടയിലാണ് പുതിയ മുന്നറിയിപ്പ്. US ഇന്റലിജൻസ് ഏജൻസികൾ നേരത്തെ തന്നെ ഇറാൻ മേഖലയിൽ ചില കടൽ പാതകളിൽ സമുദ്ര മൈനുകൾ അവിടെ വിന്യസിപ്പിച്ചിരിക്കുന്നു എന്ന വിലയിരുത്തൽ നടത്തിയിരുന്നു. അതിനിടയിലാണ് അവിടെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഒമാൻ തീരത്തിന് സമീപം ഒരു വാണിജ്യ കപ്പൽ സ്ഫോടനം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിനിടെ തന്നെ ഹോർമുസ് കടലിടുക്കിലെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് പുതിയ നിയമ നടപടികൾ ആരംഭിക്കാൻ ഇവിടെ വലിയ രീതിയിലുള്ള നീക്കങ്ങൾ തുടങ്ങിയതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇതിനിടെ തന്നെ ഹോർമുസ് കടലിടുക്കിലെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് പുതിയ നിയമ നടപടികൾ ആരംഭിക്കാൻ നീക്കങ്ങൾ തുടങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട്. കടലിടുക്കിന്റെ നിയന്ത്രണം കൂടുതൽ ശക്തമാക്കാൻ ലക്ഷ്യമിട്ടുള്ള നിയമനിർമ്മാണമാണ് ഇപ്പോൾ അവിടെ പരിഗണനയിലുള്ളത് എന്നതാണ് വിവരം. അതേസമയം അമേരിക്കയുമായുള്ള നയതന്ത്ര ചർച്ചകൾ വീണ്ടും അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. അമേരിക്ക നയതന്ത്ര വിശ്വാസത്തെ വഞ്ചിച്ചു എന്നതാണ് ഇറാന്റെ ആരോപണം. പരസ്പര ബഹുമാനത്തോടു കൂടി തന്നെ പ്രശ്നരഹിതത്തിന് അല്ലെങ്കിൽ പ്രശ്ന പരിഹാരത്തിന് തയ്യാറാണെങ്കിലും സമ്മർദ്ദ രാഷ്ട്രീയത്തെ അംഗീകരിക്കാനാകില്ല എന്നതാണ് ടെഹ്റാന്റെ നിലപാട്. ഡൊണാൾഡ് ട്രംപ് നടത്തിയ സമീപകാല പ്രസ്താവനകളോടും ഇറാൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടുകൂടി തന്നെ മേഖലയിൽ സമാധാന ശ്രമങ്ങൾ വീണ്ടും പ്രതിസന്ധിയിലാകുമോ എന്ന ആശങ്ക ഉയരുകയാണ്. ഹോർമുസ് കടലിടുക്ക് വെറും ഒരു സമുദ്രപാത മാത്രമല്ല, ലോക ഊർജ്ജ സുരക്ഷയുടെ ഒരു ഹൃദയഭാഗമാണ്. ഇവിടെ സുരക്ഷാ ഭീഷണി ഉയരുന്നത് എണ്ണവില മുതൽ ആഗോള വ്യാപാരം വരെ നേരിട്ട് ബാധിക്കാനാകുന്ന സംഭവ വികാസമാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഹോർമുസിൽ മൈനുകൾ, നയതന്ത്ര പ്രതിസന്ധി, സൈനിക ജാഗ്രത, ഗൾഫ് മേഖലയിലെ അടുത്ത മണിക്കൂറുകൾ ലോക സമ്പദ് വ്യവസ്ഥയും സുരക്ഷാ സാഹചര്യവും നിർണായകമാകുമെന്ന വിലയിരുത്തലിനിടയിലാണ് ഇത്തരത്തിൽ മൈനുകൾ സ്ഥാപിച്ചതായി കണ്ടെത്തുന്ന വാർത്ത പുറത്തുവരുന്നത്. ധാരണയിൽ എത്തും മുൻപേ തന്നെ ഏകപക്ഷീയമായ പ്രസ്താവനകൾ നടത്തുന്ന ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിൽ ഇറാൻ അതൃപ്തിയുണ്ട്. യുറേനിയം ശേഖരം നശിപ്പിക്കുമെന്ന പ്രസ്താവനയാണ് രോക്ഷത്തിന് കാരണമായിരിക്കുന്നത്. മാന്യമായ അതിനാണെങ്കിൽ പോലും തയ്യാറായി എന്ന് ഇറാൻ പ്രസിഡന്റ് പറയുന്നു. ഹോർമുസ് നിയന്ത്രിക്കാനുള്ള ഇറാന്റെ ആ ഒരു അതോറിറ്റിക്ക് അമേരിക്ക അവിടെ വിലക്കേർപ്പെടുത്തി. ധാരണയിൽ ഉടൻ തീരുമാനമാകുമെന്ന രീതിയിലായിരുന്നു ഇന്നലെ ഡൊണാൾഡ് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റ്. പിന്നീട് തീരുമാനമൊന്നുമില്ല, ആണവ വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതില്ല എന്നതായിരുന്നു അവിടെ ഇറാൻ നിലപാടെടുത്തിരിക്കെ. ആ നിലപാടെടുത്തിരിക്കെ തന്നെ യുറേനിയം ശേഖരം ഇറാന്റെ സഹായത്തോടു കൂടി തന്നെ പിടിച്ചെടുത്ത് നശിപ്പിക്കുമെന്ന് പോലും പ്രഖ്യാപനം നടത്തി. എല്ലാം വെറുതെ പറയുകയാണ് എന്ന് ഇറാൻ മാധ്യമങ്ങളും ആണവ വിഷയങ്ങൾ ഇപ്പോൾ ചർച്ചയേ ഇല്ല എന്നതായിരുന്നു ഇറാൻ നേതാക്കളുടെ വാദം. അതേപോലെ തന്നെ ധാരണയ്ക്ക് തയ്യാറായില്ല എങ്കിൽ ആക്രമണം പുനരാരംഭിക്കുമെന്നതാണ് അമേരിക്കൻ യുദ്ധകാര്യ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് ആകട്ടെ വ്യക്തമാക്കിയത്. മാന്യമായ രീതിയാണെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറെന്ന് ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കുകയും ധാരണയ്ക്ക് ശ്രമം തുടരുന്നതിനിടയിലാണ് ഹോർമുസിൽ ഇറാൻ രൂപീകരിച്ച പേർഷ്യൻ ഗൾഫ് ആ ഒരു അതോറിറ്റിക്ക് അമേരിക്ക വിലക്കേർപ്പെടുത്തിയത്. സമാധാന ധാരണ ഉണ്ടായോ അല്ലെങ്കിൽ ഉടനെ ഉണ്ടാകുമെന്ന കണക്കുകൂട്ടലിലാണ് അയത്തുള്ള അലി ഖൊമൈനിയുടെ ഖബറടക്കത്തിന് പോലും ഇറാൻ ഇപ്പോൾ ഒരുക്കങ്ങൾ നടത്തുന്നത്. പ്രത്യേക ദൗത്യസേന രൂപീകരിക്കുകയും അവിടെ മധ്യസ്ഥരായി തന്നെ നിൽക്കുമ്പോഴും ഇറാന് എണ്ണ കയറ്റുമതിയുള്ള വഴികൾ തുറന്നിട്ടിരിക്കുകയാണ് എന്നതാണ് പാകിസ്ഥാൻ പോലും വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ചൈനയിലേക്ക് റെയിൽ വഴിയുള്ള എണ്ണ കയറ്റുമതി ഇറാൻ 3 ഇരട്ടി ആക്കിയിരിക്കുകയാണ് ഇപ്പോൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.